ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പം സമയമില്ലാത്തപ്പോഴേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടില റെസിപ്പിയാണ് കേട്ടോ. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിച്ചോറാണ് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് അരി വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയ കൈമ റൈസ് വെച്ചിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതൊരു 20-30 മിനിറ്റ് ഒന്ന് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കട്ടെ കഴുകിയതിന് ശേഷം. അപ്പോൾ ചിക്കൻ ഞാൻ 1 കിലോഗ്രാം ചിക്കനാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ പീസല്ല, ഒരു മീഡിയം സൈസിലുള്ള പീസസ് ആണ്. അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 വലിയ പീസ് ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും ഒരു 12 അല്ലി വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി, പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, ഇങ്ങനെ ചതച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കേട്ടോ. ഇനി ഞാനിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടായ ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഏത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ മുഴുവനായിട്ട് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നെയ്യും യൂസ് ചെയ്യാം. പിന്നെ ഒരു 6 ഏലക്ക, 2 പീസ് പട്ട, ഒരു 4-5 ഗ്രാമ്പു, ഒരു ബേ ലീവ്സും അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് വലിയ ജീരകവും അതേപോലെ തന്നെ 1 ടീസ്പൂണ് സാജീരകവും ഇട്ട് കൊടുക്കാം. സാജീരകം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം ഒന്ന് റോസ് സ്മെല്ല് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 2 സവാള ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്ന് ഒന്നും പോകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ഈ ഒരു പിങ്ക് കളറൊക്കെ മാറി വൈറ്റ് കളറാവുന്ന വരെ ഒരു ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് അപ്പോൾ ആ പിങ്ക് കളറൊക്കെ മാറി വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോയി കിട്ടുകയും വേണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് നമ്മൾ തക്കാളിയും ചേർത്തിട്ടില്ലല്ലോ, ഇനിയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. 2 തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് 1/2 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വേണ്ടി വരും, അരിയൊക്കെ വെന്ത് വരാനുള്ള ഉപ്പ് കൂടെ വേണ്ടി വരും. പിന്നെ അതിലേക്ക് 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയും അതേമാതിരി പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതലൊക്കെ ആയാലും ഒന്നുകൂടെ നല്ല സ്പൈസി ആവും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഏകദേശം 1 കപ്പോളം വെള്ളം ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇനി അരിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്, തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് അരിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളമാണ് നമുക്ക് ശരിക്കും വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് വെള്ളം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 6 കപ്പ് അരിയിലേക്ക് 5 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം ഒരു ചിക്കനിൽ തന്നെ ഇറങ്ങി വന്നതുകൊണ്ടാണ്. അത് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ആക്കുക. അപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് സൈഡ് ഡിഷായിട്ട് തൈരോ അച്ചാറോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടാനൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്